ഇസ്ലാമിക ശരീഅത്തിൻ്റെ ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രമാണം എന്ന് പറയുന്നത്, അവലംബം എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനാണ്. ദൈവവിശ്വാസം, പരലോകം, പ്രവാചകന്മാർ, ആരാധനകൾ, അനുഷ്ഠാനങ്ങൾ, പ്രാർത്ഥനകൾ, സൽക്കർമ്മങ്ങൾ, സ്വഭാവം, സംസ്കാരം, സംസ്കരണം, ഇടപാടുകൾ, പെരുമാറ്റങ്ങൾ, വിവാഹം, കുടുംബം, സമൂഹം, അങ്ങനെ തുടങ്ങി ഒട്ടനവധി വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ഖുർആൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ജനങ്ങൾക്ക് ഹിദായത്ത്, വഴി കാണിച്ചു കൊടുക്കുക എന്നതാണ്. ആ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ ഞാൻ ഇവിടെ സൂചിപ്പിച്ച ഈ വിഷയങ്ങളും സമാനമായ മറ്റു വിഷയങ്ങളും വിശുദ്ധ ഖുർആനിലൂടെ ധാരാളമായി വായിക്കുകയും പഠിക്കുകയും ഉൾക്കൊള്ളുകയും പ്രവർത്തിക്കുകയും വേണം. മറ്റൊരു നിലക്ക് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് അമല് ചെയ്യാനുള്ള ഗ്രന്ഥമാണ്. അമല് ചെയ്യുക എന്നത് മാറ്റി നിർത്തിയാൽ പിന്നെ വിശുദ്ധ ഖുർആനിന് യാതൊരു സ്ഥാനവും ഉണ്ടാവില്ല. ഇസ്ലാമിക ശരീഅത്തിൽ വിശുദ്ധ ഖുർആൻ അല്ലാത്ത വേറെയും അവലംബങ്ങളും പ്രമാണങ്ങളുമുണ്ട്. അതിലേറ്റവും മുഖ്യമായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. സുന്നത്തിന് ആ പദവി അനുവദിച്ചു കൊടുത്തത് വിശുദ്ധ ഖുർആനാണ്. അങ്ങനെ സുന്നത്തിനെ രണ്ടാം പ്രമാണമായി വിശുദ്ധ ഖുർആൻ അനുവദിച്ചതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ഖുർആൻ എന്നത് അമല് ചെയ്യാൻ വേണ്ടിയുള്ള ഗ്രന്ഥമാണ്. കാരണം ഖുർആൻ അനുസരിച്ച് എപ്രകാരമാണ് ജീവിക്കേണ്ടത് എന്നത് നമുക്ക് മാതൃക കാണിച്ചു തരേണ്ട ഒരു ആവശ്യകതയുണ്ട്. എപ്രകാരമാണ് ഖുർആൻ അനുസരിച്ച് ജീവിക്കേണ്ടത്, പ്രവർത്തിക്കേണ്ടത് എന്ന മാതൃക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്നു. ആ മാതൃകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്. അങ്ങനെ ഒരു മാതൃക കാണിച്ചു തരേണ്ട ആവശ്യമുണ്ടായിരുന്നില്ലെങ്കിൽ സുന്നത്ത് രണ്ടാം പ്രമാണമായി അംഗീകരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിശുദ്ധ ഖുർആൻ എന്നത് ജീവിതത്തിൽ ഉൾക്കൊള്ളുകയും അനുഷ്ഠിക്കുകയും ചെയ്യേണ്ട വിഷയങ്ങളാണ് എന്നുള്ളത് കൊണ്ടാണ്. നാം പ്രവർത്തിക്കേണ്ടത് വിശുദ്ധ ഖുർആന്റെയും സുന്നത്തിൻ്റെയും ചട്ടക്കൂട്ടിനുള്ളിൽ നിന്നുകൊണ്ടായിരിക്കണം, ആ ഫ്രെയിമിനുള്ളിൽ നിന്നുകൊണ്ടായിരിക്കണം. അതിന് ഖുർആൻ ഉപയോഗിച്ച വാക്ക് ഹുദൂദ് എന്നാണ്, അതിർവരമ്പുകൾ. ആ അതിർവരമ്പുകൾ ഏതൊക്കെയാണ് എന്ന് കൃത്യമായി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരിക്കലും ഈ പഠനവും ആ പഠനത്തിനനുസരിച്ചുള്ള പ്രവർത്തനവും മാറ്റി നിർത്താനേ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 3 പ്രമുഖരായ അനുചരന്മാർ, ഉസ്മാൻ ബിൻ അഫ്ഫാൻ, അബ്ദുല്ലാഹി ബിൻ മസ്ഊദ്, ഉബയ്യ് ബിൻ കഅബ് റളിയല്ലാഹു അൻഹു, ഇവർ 3 പേരും കൂടെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം. എപ്രകാരമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളും വിശുദ്ധ ഖുർആനിനെ നോക്കിക്കണ്ടിരുന്നത് എന്നത് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇവർ പറഞ്ഞത്, ഇന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുക്രിഉഹും അൽ അശ്ർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികൾക്ക് 10 ആയത്തുകൾ ഓതിക്കൊടുക്കും, പഠിപ്പിച്ചു കൊടുക്കും. വകാനു ലാ യതജാവസൂനഹ ഇലൽ അശരിൽ ഉഖ്റ. അത് കഴിഞ്ഞ് മറ്റു 10 ആയത്തുകളിലേക്ക് അവർ വിട്ടുകടക്കാറില്ല. ഹത്താ യതഅല്ലമു മാ ഫീഹാ മിനൽ അമൽ. ആ നേരത്തെ പഠിച്ച 10 ആയത്തുകളിലെ അമലുകൾ എന്തൊക്കെയാണ് എന്ന് അവർ പഠിക്കാതെ, 10 ആയത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്താൽ, ഓതിക്കൊടുത്താൽ ആ 10 ആയത്തുകൾ അനുസരിച്ച് എപ്രകാരമാണ് അമല് ചെയ്യേണ്ടത് എന്നുള്ളത് പഠിക്കുകയും
ആ അമലുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്തതിന് ശേഷം മാത്രമേ പിന്നീടുള്ള 10 ആയത്തുകൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാറുള്ളൂ. വകാന യുഅല്ലിമുഹും അൽ ഖുർആന വൽ അമല ജമീഅ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികൾക്ക് ഖുർആനും അമലും ഒരുമിച്ചാണ് പഠിപ്പിച്ചു കൊടുത്തത്. അടിവരടേണ്ടത് അവിടെയാണ്. ഖുർആനും അമലും അവർക്ക് ഒരുമിച്ച് പഠിപ്പിച്ചു കൊടുത്തു. ഖുർആനിൽ നിന്ന് അമലിനെ മാറ്റി നിർത്താൻ പറ്റില്ല എന്നർത്ഥം. ഒരു സംഭവം കൂടി പറയാം. സഅദ് ബിൻ ഹിഷാം എന്ന് പറയുന്ന വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹയെ സമീപിച്ചിട്ട് അവരോട് ചോദിക്കുകയുണ്ടായി, അംബി ഇനി അൻ ഖുൽഖി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എപ്രകാരമായിരുന്നു എന്നുള്ളത് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. അതിന് മറുപടിയായി ആയിഷ ബീവി പറയുന്നത്, അമാ തഖ്റഉൽ ഖുർആൻ, നീ ഖുർആൻ പാരായണം ചെയ്യാറില്ലേ? സഅദ് ബിൻ ഹിഷാം പറഞ്ഞു, ബല, അതെ, ഞാൻ പാരായണം ചെയ്യാറുണ്ട്. അപ്പോഴാണ് ആയിഷ ബീവി പറഞ്ഞത്, കാന ഖുൽഖുൽ ഖുർആൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുൽഖ് സ്വഭാവം ഖുർആനായിരുന്നു. പലപ്പോഴായി നമ്മൾ കേട്ടതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം ഖുർആനായിരുന്നു എന്ന ഭാഗമാണ് നമ്മൾ കേട്ടത്. പക്ഷെ അതിനേക്കാളേറെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആയിഷ ബീവിയുടെ തിരിച്ചുള്ള ചോദ്യമാണ്, അമാ തഖ്റഉൽ ഖുർആൻ, നീ ഖുർആൻ പാരായണം ചെയ്യാറില്ലേ? അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എന്താണെന്ന് ചോദിച്ചപ്പോൾ നീ ഖുർആൻ പാരായണം ചെയ്യാറില്ലേ എന്നിങ്ങോട്ട് തിരിച്ചു ചോദിച്ചതിൻ്റെ അർത്ഥം, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരു വ്യക്തി അയാളുടെ സ്വഭാവം ഖുർആനായിരിക്കണം. ഖുർആൻ പാരായണം ചെയ്യുന്നൊരു വ്യക്തി അതല്ലാത്ത ഖുർആൻ അല്ലാത്ത മറ്റൊരു സ്വഭാവം അയാളുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളമായി ഖുർആൻ പാരായണം ചെയ്യുന്ന വ്യക്തിയായതിനാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം ഖുർആനായിരുന്നു. ചോദ്യകർത്താവായ നിന്റെയും സ്വഭാവം ഖുർആനായിരിക്കണം എന്നാണ് പറഞ്ഞതിനർത്ഥം. എന്നിട്ട് ഈ സംഭവത്തെ ഇമാം നവവി വിശദീകരിക്കുന്നുണ്ട്. മഅനാഹു, ആയിഷ ബീവി പറഞ്ഞതിൻ്റെ അർത്ഥം അൽ അമലു ബിഹി, വിശുദ്ധ ഖുർആൻ അനുസരിച്ച് അമല് ചെയ്യണം എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം ഖുർആനാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അൽ അമലു ബിഹി, ഖുർആൻ അനുസരിച്ചുള്ള അമല്, വൽ വുഖൂഫു ഇൻദ ഹുദൂദിഹി, ഖുർആന്റെ അതിർവരമ്പുകളിൽ നിൽക്കുക എന്നുള്ളത്, വത്തഅദ്ദുബു ബി ആദാബിഹി, ഖുർആന്റെ ആദാബുകളും സംസ്കാരങ്ങളും ഒക്കെ ഉൾക്കൊള്ളുക എന്നുള്ളത്, അതേപോലെ വതദബ്ബുരിഹി, ഖുർആൻ അഗാധമായി ചിന്തിക്കുക എന്നുള്ളത്, പിന്നെ ഹുസ്നി തിലാവത്തിഹി, നല്ല നിലക്ക് വളരെ സുന്ദരമായി ഖുർആൻ പാരായണം ചെയ്യുക. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം ഖുർആനായിരുന്നു എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വേണമെന്നറിയോ? ആ ഖുർആൻ അനുസരിച്ച് അമല് ചെയ്യണം, ആ ഖുർആന്റെ അതിർവരമ്പുകളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കണം, ഖുർആൻ ഉൾക്കൊള്ളുന്ന മുഴുവൻ സ്വഭാവ സംസ്കാരാദി മര്യാദകളും ഉൾക്കൊള്ളണം, ഖുർആനെ കുറിച്ച് അഗാധമായി ചിന്തിക്കണം. എന്ന് ഒരു വാക്കുണ്ട്, അത് ശരിക്കും ഉൾക്കൊള്ളണം, മനസ്സിലാക്കണം, പിന്നെ നല്ല നിലക്ക് എന്ത് ചെയ്യണം? ഖുർആൻ പാരായണം ചെയ്യുകയും വേണം. ഇതൊക്കെ ഉൾക്കൊള്ളുന്നതായിരുന്നു പ്രവാചകന്റെ സ്വഭാവം എന്നാണ്. അപ്പൊ ഖുർആൻ എന്ന് പറയുന്നത് നമ്മൾ അമല് ചെയ്യേണ്ട ഗ്രന്ഥമാണ്. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാണ്, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, എപ്രകാരമാണ് അമല് ചെയ്യേണ്ടത് എന്ന് നമ്മൾ പഠിക്കണം. ആ പഠിക്കുന്നതിന് ഖുർആൻ ഉപയോഗിച്ച വാക്കാണ് തദബ്ബുർ എന്നുള്ളത്. ഖുർആനിൽ തന്നെ 1-2 ആവർത്തി ഖുർആൻ ചോദ്യമാണ്, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, അവർ ഖുർആനെ കുറിച്ച് തദബ്ബുർ ചെയ്യുന്നില്ലേ? കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറക് ലിയദബ്ബറു ആയാതിഹി വലിയതദക്കറ ഉലുൽ അൽബാബ്, പ്രവാചകരെ, ഈ ഖുർആനാകുന്ന ഗ്രന്ഥം നാം താങ്കൾക്ക് ഇറക്കി തന്നിരിക്കുന്നു. ഈ ഗ്രന്ഥം മുബാറക്, അനുഗ്രഹീതമായ ഗ്രന്ഥമാണ്. ലിയദബ്ബറു ആയാതിഹി, ഈ ഖുർആനിലെ ആയത്തുകളെ കുറിച്ച് അവർ തദബ്ബുർ ചെയ്യാൻ, വലിയ തദക്കറ ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ള ആളുകൾ ഈ ഖുർആൻ ഉൾക്കൊള്ളാനും. അപ്പോൾ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ ജനങ്ങൾക്ക് ഓതിക്കൊടുക്കുന്നു. ഖുർആൻ അനുസരിച്ച് ആ ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് അവർ തദബ്ബുർ ചെയ്യണം. തദബ്ബുർ എന്ന് പറഞ്ഞാൽ ഖുർആന്റെ ആയത്തുകൾ, അതേപോലെ അതിൻ്റെ അർത്ഥങ്ങൾ, അതിൻ്റെ വിശദീകരണങ്ങൾ, ഇതിലൂടെയൊക്കെ അള്ളാഹു എന്താണോ ഉദ്ദേശിക്കുന്നത് ആ ഉദ്ദേശിക്കുന്നിടത്ത് ഖുർആൻ പാരായണം ചെയ്യുന്ന വ്യക്തിയെ എത്തിക്കുന്ന അവസ്ഥക്കാണ് തദബ്ബുർ എന്ന് പറയാം.
അപ്പൊ നമ്മൾ ഖുർആൻ പാരായണം ചെയ്താൽ ആ പാരായണം ചെയ്ത ഭാഗം കൊണ്ട് അള്ളാഹു എന്താണോ ഉദ്ദേശിച്ചത്, എന്ത് മാറ്റവും പരിവർത്തനവുമാണോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്, അവിടേക്ക് നമ്മൾ ഓരോരുത്തരും എത്തിച്ചേരുമ്പോൾ മാത്രമേ ആ തദബ്ബുർ എന്ന അവസ്ഥയിലേക്ക് എന്ത് ചെയ്യുള്ളൂ, നമ്മൾ എത്തിച്ചേരുകയുള്ളൂ. ആ തദബ്ബുർ ഉണ്ടായിത്തീരാൻ അതിൻ്റെ മുന്നോടിയായി 3-4 കാര്യങ്ങൾ വേണം എന്ന് ഖുർആന്റെ ഖിറാഅത്തുമായി ബന്ധപ്പെട്ട പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അത് ഒന്ന് ഫഹ്മാണ്, മറ്റൊന്ന് തഅമ്മുലാണ്, വേറൊന്ന് തഫക്കുറാണ്. ഫഹ്മ് എന്ന് പറഞ്ഞാൽ നാം ഖുർആനിൻ്റെ ഒരു നിശ്ചിത ഭാഗം പാരായണം ചെയ്താൽ ആ പാരായണം ചെയ്ത ഭാഗത്തെ ആശയങ്ങൾ മൊത്തത്തിൽ മനസ്സിലാക്കുന്ന, അതിൻ്റെ അർത്ഥം മൊത്തത്തിൽ മനസ്സിലാക്കുന്ന അവസ്ഥക്കാണ് ഫഹ്മ് എന്ന് പറയാം. ആ വിഷയങ്ങൾ തന്നെ കുറച്ചുകൂടെ കൂലങ്കഷമായി, ഗൗരവമായി, ഗഹനമായി ആലോചിച്ച് ചിന്തിച്ച് പഠിക്കുന്ന അവസ്ഥക്കാണ് തഅമ്മുൽ എന്ന് പറയാം. ആ വിഷയം, ആശയം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ഖുർആൻ നിരത്തുന്ന ന്യായങ്ങളും തെളിവുകളും ഒക്കെ പരിശോധിച്ച് വിശദമായ രൂപത്തിൽ അഗാധമായി അതിനെക്കുറിച്ച് ചിന്തിച്ച് പഠിക്കുന്നതിനാണ് തഫക്കുർ എന്ന് പറയാം. ഈ പറയപ്പെടുന്ന 3 അവസ്ഥകളും ഉൾക്കൊള്ളുമ്പോൾ മാത്രമേ നമുക്ക് എവിടേക്ക് എത്തിച്ചേരാൻ സാധിക്കുള്ളൂ, തഅമ്മുൽ എന്ന അവസ്ഥ, തദബ്ബുർ എന്ന അവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുള്ളൂ. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തർജമാനുൽ ഖുർആൻ എന്ന പേരിൽ അറിയപ്പെട്ട സഹാബിയാണ്. പിന്നീട് വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗത്തിന് ശേഷം വന്ന ഖലീഫമാരൊക്കെ പലപ്പോഴും ഖുർആന്റെ വിശദീകരണത്തിന് അവർ അവലംബിച്ചിരുന്നത് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിനെയാണ്. ഖുർആന്റെ വിഷയത്തിൽ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിനുള്ള അഗാധമായ പാണ്ഡിത്യം പല സഹാബികാരുടെയും മുമ്പിൽ വെച്ച് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തെളിയിച്ചതുമാണ്. ഈ ഇബ്നു അബ്ബാസ് പറഞ്ഞൊരു വാചകമുണ്ട്, ലഅൻ അഖ്റഅ സൂറത്തുൽ ബഖറ വ ആൽ ഇംറാൻ ഉറത്തിലുഹുമാ വ അതദബ്ബറുഹുമാ അഹബ്ബു ഇലയ്യ മിൻ അൻ അഖ്റഅൽ ഖുർആന ഹർദമ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറ, സൂറത്തു ആൽ ഇംറാൻ എന്നീ 2 അധ്യായങ്ങൾ അത് പാരായണം ചെയ്യുകയും ഈണത്തിൽ പാരായണം ചെയ്യുകയും ആ സൂറത്തുകളെ കുറിച്ച് തദബ്ബുർ, അഗാധമായി ഗഹനമായി ചിന്തിക്കുകയും അങ്ങനെ കാര്യങ്ങൾ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്നതാണ് അഹബ്ബു ഇലയ്യ, എനിക്ക് ഏറ്റവും ഇഷ്ടം, മിൻ അൻ അഖ്റഅൽ ഖുർആന കുല്ലഹു ഹർദമ, വിശുദ്ധ ഖുർആൻ മുഴുവൻ പാരായണം ചെയ്യുന്നതിനേക്കാൾ. വിശുദ്ധ ഖുർആൻ ആദ്യാന്തം മുഴുവൻ പാരായണം ചെയ്യുന്നതിനേക്കാൾ എനിക്കിഷ്ടം സൂറത്തുൽ ബഖറയും സൂറത്തു ആൽ ഇംറാനും ഗഹനമായി പഠിക്കുന്നതാണ്. അദ്ദേഹം ഒന്നും കൂടി പറഞ്ഞു, വഅൻ അഖ്റഅ സൂറത്തു സിൽസാൽ വൽ ഖാരിഅ വഅതദബ്ബറുഹുമാ അഹബ്ബു ഇലയ്യ മിൻ അൻ അഖ്റഅ സൂറത്തുൽ ബഖറ വ ആൽ ഇംറാൻ തഹ്ദീറാ. നേരത്തെ പറഞ്ഞ സൂറത്ത് ആൽ ഇംറാനും സൂറത്തു ബഖറയും വേഗത്തിൽ ഓതിപ്പോകുന്നതിനേക്കാൾ എനിക്കിഷ്ടം ചെറിയ 2 അധ്യായങ്ങളായ സൂറത്തു സിൽസാലും സൂറത്തുൽ ഖാരിഅയും അഗാധമായി ആഴത്തിൽ പഠിക്കുക എന്നതാണ്. അപ്പൊ സഹാബികളുടെ ചരിത്രം മനസ്സിലാക്കി തരുന്നത് ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യുക എന്നതിനേക്കാളേറെ നമ്മുടെ മനസ്സിനെ പരിവർത്തിപ്പിക്കാൻ, നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഓതുന്ന ഭാഗങ്ങൾ വളരെ കൃത്യമായി, കണിശമായി, ഗഹനമായി, ആഴത്തിൽ പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യുക എന്നതിനാണ്. അതിനായിരുന്നു സഹാബികൾ ഊന്നൽ കൊടുത്തിരുന്നത്. അതിന് തന്നെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഊന്നൽ കൊടുത്തത്. സെയ്ദ് ഇബ്നു സാബിത്ത് എന്ന് പറയുന്ന സഹാബിയെ കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കും. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗാനന്തരം വിശുദ്ധ ഖുർആൻ ജമ്മ് ചെയ്യാൻ, ക്രോഡീകരിക്കാൻ ഖലീഫ അബൂബക്കർ ദൗത്യമേൽപ്പിച്ചത് സെയ്ദ് ഇബ്നു സാബിത്തിനെയാണ്. അന്ന് സെയ്ദ് ഇബ്നു സാബിത്തിന്റെ പ്രായം 22 വയസ്സ് മാത്രമേ ഉള്ളൂ. ആ ഒരു ചെറുപ്പക്കാരനെയാണ് ഖുർആൻ ക്രോഡീകരണത്തിന്റെ മുഖ്യ ചുമതല ഏൽപ്പിച്ചത്. ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ എല്ലാ റമളാനിലും വന്ന് ഖുർആൻ ആദ്യം ഓതി കേൾപ്പിക്കും. അതിന് അർളത്തുൽ ഖുർആൻ എന്ന് പറയും. ആ അർളത്തുൽ ഖുർആനിന് സാക്ഷ്യം വഹിച്ച സഹാബിയാണ് സെയ്ദ് ഇബ്നു സാബിത്ത്. മാത്രമല്ല, സെയ്ദ് ഇബ്നു സാബിത്ത് ഖുർആൻ മുഴുവൻ മനഃപ്പാഠമാക്കിയ വ്യക്തിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുന്നതിന് മുമ്പ് അവസാനത്തെ റമളാനിൽ ജിബ്രീൽ വന്ന് 2 പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിഫ്ള് പരിശോധിച്ചതിന് ശേഷം സെയ്ദ് ഇബ്നു സാബിത്ത് അദ്ദേഹത്തിന്റെ ഹിഫ്ള്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഓതി പരിശോധിപ്പിച്ചതാണ്. ആ സെയ്ദ് ബിൻ സാബിത്ത് പറഞ്ഞത്, എനിക്ക് ഖുർആൻ 1 മാസം എടുത്ത് ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ പാരായണം ചെയ്യുക എന്നതാണ് എനിക്ക് ഇഷ്ടം, 15 ദിവസം എടുത്ത് പാരായണം ചെയ്യുന്നതിനേക്കാൾ. അതേപോലെ ഖുർആൻ 15 ദിവസം എടുത്ത് പാരായണം ചെയ്യുക, മുഴുവൻ ഓതി തീർക്കുക എന്നതാണ് എനിക്ക് 10 ദിവസം കൊണ്ട് ഖുർആൻ പാരായണം ചെയ്ത് തീർക്കുന്നതിനേക്കാൾ ഇഷ്ടം. നമുക്കുണ്ടല്ലോ റമളാൻ മാസത്തിലൊക്കെ ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യുന്ന ഒരു പ്രവണത. അങ്ങനെ ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യുന്നതിനേക്കാൾ വളരെ സാവധാനത്തിൽ പാരായണം, എത്ര ഭാഗം പാരായണം ചെയ്യുന്നുവോ അത് കുറച്ച് പാരായണം ചെയ്യുന്ന ഭാഗം ആഴത്തിൽ ഗഹനമായി അതിൻ്റെ നാനാ വശങ്ങളും പദങ്ങളും അർത്ഥങ്ങളും സന്ദർഭങ്ങളും സബബുൻ നുസൂലും അതിൻ്റെ വ്യാഖ്യാനങ്ങളും തഫ്സീറുകളും അതെല്ലാം പഠിക്കുന്ന ഭാഗങ്ങൾ കൃത്യമായി ആഴത്തിൽ പഠിക്കുക എന്നതാണ് എനിക്കിഷ്ടം, ധാരാളമായി പാരായണം ചെയ്യുന്നതിനേക്കാൾ എന്ന് പറഞ്ഞത് സെയ്ദ് ഇബ്നു സാബിത്താണ്. അദ്ദേഹത്തിൻ്റെ പതിവ് സാധാരണ ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ള ജോലി, മറ്റെല്ലാ ജോലികളും മാറ്റിവെച്ചിട്ട് ഖുർആൻ പാരായണത്തിന് വേണ്ടി മാത്രം അദ്ദേഹം മാറ്റിവെച്ചാൽ 20 ദിവസം എടുക്കുമായിരുന്നു ഒരാവർത്തി ഖുർആൻ വായിച്ചു തീർക്കാൻ, ഓതി തീർക്കാൻ. അപ്പൊ അങ്ങനെയാണ് ഇവരുടെ പാരായണം എന്ന് വെച്ചാൽ തദബ്ബുറിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോഴാണ് ഖുർആനിൽ വന്നിട്ടുള്ള അംറ്, നഹി, അതേപോലെ ഹലാല്, ഹറാമ്, അതേപോലെ തന്നെ തെളിവുകള്, ന്യായങ്ങള്, അതിൽ വന്നിട്ടുള്ള കഥകള്, ചരിത്രങ്ങള്, അതിലെ ഗുണപാഠങ്ങള്, ചോദ്യങ്ങള്, മറുപടികള്, വിശദീകരണങ്ങൾ, സന്ദർഭങ്ങൾ എന്ന് പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും വിശകലനം ചെയ്തുകൊണ്ട് വേണം എന്ത് ചെയ്യാൻ, യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ പഠിക്കാൻ. അതിനാണ് നമ്മൾ തദബ്ബുർ എന്ന് പറയാം. അതാണ് ഖുർആൻ പഠിക്കാൻ ആദ്യമായി സ്വീകരിക്കേണ്ടത്. അവിടേക്കാണ് നമ്മൾ ഓരോരുത്തരും എത്തിച്ചേരേണ്ടത്. പിന്നെ ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ ഖിറാഅത്ത്. ഖിറാഅത്ത് എന്ന് പറഞ്ഞാൽ സാധാരണ വായന, ഖറ വായിച്ചു എന്നാണല്ലോ. അതിന്റെ വിശദീകരണങ്ങളൊക്കെ നേരത്തെ സി എം മൗലവി പറയണ്ടായി. ഖറ എന്ന് പറഞ്ഞാൽ നേർക്ക് നേരെ വായിച്ചു എന്ന അർത്ഥം. ഖിറാഅത്ത് എന്ന് പറഞ്ഞാൽ വായന. സാധാരണ ഖുർആൻ വായനയ്ക്ക് നമ്മൾ ഖിറാഅത്തുൽ ഖുർആൻ എന്ന് പറയും. പക്ഷെ ഖുർആന്റെ ആയത്തുകൾ പരിശോധിക്കുമ്പോൾ ഒരു സ്ക്രിപ്റ്റ് മുമ്പിൽ വേണം എന്നില്ല ഖിറാഅത്തിന്. മറിച്ച് ഖുർആനിൽ പറഞ്ഞ ആശയങ്ങൾ എന്താണോ ആ ആശയങ്ങൾ ഗ്രഹിക്കുന്നതിനാണ് പലപ്പോഴും ഖുർആൻ ഖിറാഅത്ത്, ഖറ എന്ന വാക്ക് ഉപയോഗിച്ചത്. അതിന്റെ തെളിവെന്താൻ ചോദിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രമുല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം എന്ന ആയത്ത് ഇറങ്ങുമ്പോൾ വായിക്കണം, റബ്ബിന്റെ നാമത്തിൽ വായിക്കണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ വായിക്കാനുള്ള ഒരു സ്ക്രിപ്റ്റ്, ഒരു രേഖ, ഒരു പേപ്പർ, ഒരു കടലാസ്, ഒരു എഴുത്ത് പ്രവാചകന് മുമ്പിലില്ല. പ്രവാചകന് വായിക്കാനും അറിയില്ല. മാ കുൻത തത്ലൂ മിൻ ഖബ്ലിഹി വലാ തഖുത്തുഹു ബിയമീനിക് ഇദൻ ലർതാബൽ മുബ്തിലൂൻ. മാ കുൻത തത്ലൂ മിൻ ഖബ്ലിഹി മിൻ കിതാബിൻ. ഇതിനു മുമ്പ് താങ്കൾ ഒരു ഗ്രന്ഥവും പാരായണം ചെയ്തിട്ടില്ല. വലാ തഖുത്തുഹു ബിയമീനിക, താങ്കളുടെ കൈ കൊണ്ട് താങ്കൾ ഒന്നും എഴുതുകയും ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നുവെങ്കിൽ ഇദൻ ലർതാബൽ മുബ്തിലൂൻ, ഖുർആൻ ബാത്തിലാണെന്ന് പറയുന്ന ആളുകൾക്ക് പലതും സമർത്ഥിക്കാൻ സാധിക്കുമായിരുന്നു. അതിനുള്ള എല്ലാ പഴുതുകളും അടച്ചു. പ്രവാചകൻ എഴുതാൻ അറിയില്ല, പ്രവാചകന് വായിക്കാൻ അറിയില്ല. പ്രവാചകൻ പലർക്കും പലപ്പോഴായി ഖുർആൻ ഓതിക്കൊടുത്തിട്ടുണ്ട്. പ്രവാചകൻ ഓതിക്കൊടുത്ത ഖുർആനാണ് സഹാബികൾ പഠിച്ചത്. പ്രവാചകൻ എപ്പോഴെങ്കിലും ഒരു സ്ക്രിപ്റ്റ് നോക്കിക്കാണ്ട് ഖുർആൻ ഓതിക്കൊടുത്തതിന് തെളിവുണ്ടോ? പ്രവാചകൻ ഖുർആൻ എടുത്തിട്ട് ഞങ്ങൾക്ക് ഓതിത്തന്നു എന്ന് നിങ്ങൾക്ക് എവിടെയെങ്കിലും കാണാൻ സാധിക്കോ? ഞാൻ പരിധി നോക്കി ഒരു ഹദീസിലും ഒരു ചരിത്രത്തിലും ഞാൻ കണ്ടിട്ടില്ല പ്രവാചകൻ ഒരു രേഖ നോക്കി വായിച്ചത്. അപ്പൊ അങ്ങനെ വായനക്കല്ല ഖുർആൻ എന്ത് പറയുന്നത്, ഖിറാഅത്ത് എന്ന് പറയുന്നത്. മറിച്ച് എന്താ പറയുക, പറയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഉൾക്കൊള്ളുക, പഠിക്കാനാ. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് പറഞ്ഞിട്ട് പടച്ചോന്റെ സിഫത്തുകളെ കുറിച്ച് പഠിക്കാനാ പറഞ്ഞത്. ആ സിഫത്തുകളാണ് അല്ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം. പേന കൊണ്ട് പഠിപ്പിച്ചവനാണ്, അറിയാത്ത കാര്യങ്ങൾ പഠിപ്പിച്ചവനാണ്, ഭ്രൂണത്തിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചവനാണ്. അങ്ങനെയുള്ള റബ്ബിന്റെ നാമത്തിൽ നീ പഠിക്ക്, വായിക്ക്, മനസ്സിലാക്ക്, ഉൾക്കൊള്ളുന്നാണ്. ഫഹ്മ് വേണം. എന്താണോ വായിക്കുന്നത് ആ വായിക്കുന്നത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതിന് സൗത്ത് വേണ്ട, സൗണ്ട് വേണ്ട. ഖുർആന്റെ ഭാഷയിൽ ഈ ഖിറാഅത്തിന് സൗണ്ട് വേണ്ട. എന്നാൽ അടുത്തത് മൂന്നാമത്തെ ഒരു തലമുണ്ട്, അതാണ് തിലാവത്ത്. ഖുർആൻ തിലാവത്ത് സാധാരണ പറയും.
ആ തിലാവത്തിന് സ്ക്രിപ്റ്റ് വേണം. അത് ഈണത്തിൽ പാരായണം ചെയ്യണം. ഓരോ അക്ഷരങ്ങളുടെയും മഹ്റജ്, അക്ഷരസ്ഫുടത, അതേപോലെ തന്നെ മദ്, സദ്, അങ്ങനെയൊക്കെ തുടങ്ങി എല്ലാ തജ്വീദിൻ്റെ ഇദ്ഗാമ്, എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് മധുരതരമായി ഈണത്തിൽ ഖുർആൻ പാരായണം ചെയ്യുന്ന അവസ്ഥക്കാണ് എന്ത് പറയാ? തിലാവത്ത് എന്ന് പറയാം. അതിനും ഫഹ്മ് വേണം, ആശയം മനസ്സിലാക്കണം. സാധാരണ തിലാവത്ത് എന്ന് പറഞ്ഞാൽ ഓത്ത് പാരായണം എന്ന് പറഞ്ഞാൽ ആശയം മനസ്സിലാക്കാതെ പാരായണം ചെയ്യുന്നതിനും അത് പറയുമെങ്കിലും ഖുർആന്റെ ഭാഷയിൽ തിലാവത്ത് എന്ന് പറഞ്ഞാൽ അർത്ഥം അറിഞ്ഞിരിക്കണം. കാരണം തല എന്ന് പറഞ്ഞാൽ പിന്തുടർന്നു എന്ന അർത്ഥം. വശംസി വളുഹാഹ വൽ ഖമരി ഇദാ തലാഹ, ചന്ദ്രൻ ആ സൂര്യനെ പിന്തുടരുമ്പോൾ തല എന്ന് പറഞ്ഞാൽ പിന്തുടർന്നു എന്നാണ്. അപ്പൊ രണ്ടർത്ഥമുണ്ട്. അക്ഷരങ്ങളെ പിന്തുടർന്നു, ഒരക്ഷരത്തിന് ഒരു കലിമത്തിനെ മറ്റൊരു കലിമത്ത് പിന്തുടർന്നുകൊണ്ട് അങ്ങനെ വായിക്കുക. തിലാവത്താണെങ്കിൽ ഒരു കലിമത്ത് പോരാ, മിനിമം 2 കലിമത്തെങ്കിലും വേണമെന്ന. കിറാത്താണെങ്കിൽ ഒരു കലിമത്താണെങ്കിലും അതിന് കിറാത്ത് എന്ന് പറയും. അപ്പൊ അക്ഷരങ്ങളെ സംയോജിപ്പിച്ചുള്ള വായനക്കാണ് തിലാവത്ത് എന്ന് പറയാം. മറ്റൊന്ന്, ഓതുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? പ്രവൃത്തി പദത്തിൽ അതിനെ പിന്തുടരണം എന്നാണ് തിലാവത്തിന്റെ അർത്ഥം എന്നാണ്. ആ തിലാവത്തിന് 4 ഘട്ടങ്ങളുണ്ട്. ഒരു ഘട്ടം ഹദിർ, നിങ്ങൾ അറിഞ്ഞാൽ മതി, മനസ്സിലാക്കി വെച്ചാൽ മതി. കുറച്ചൊക്കെ അതുമായി ബന്ധമുള്ള ആളുകൾക്ക് ഒരുപക്ഷെ ഇത് കുറച്ചുകൂടി ഉൾക്കൊള്ളാൻ സാധിക്കും. തിലാവത്തിന് 4 സ്റ്റേജുകളുണ്ട്. ഒന്ന് ഹദിറാണ്, മറ്റൊന്ന് തെർത്തീലാണ്, ഒന്ന് തദ്വീറാണ്, 4 തഹ്കീക്കാണ്. ഹദിർ എന്ന് പറഞ്ഞാൽ വേഗത്തിൽ ഓതി തീർക്കുക. അക്ഷരസ്ഫുടത വേണം, നിയമങ്ങളൊക്കെ പാലിക്കണം. പക്ഷെ പരമാവധി വളരെ കൂടുതലായി ഖുർആൻ പാരായണം ചെയ്ത് തീർക്കുന്ന, വേഗത്തിൽ ഖുർആൻ പാരായണം ചെയ്ത് തീർക്കുന്ന അവസ്ഥക്കാണ് ഹദിർ എന്ന് പറയാം. ഏതുപോലെ റമദാൻ മാസത്തിലൊക്കെ നമ്മളിപ്പോൾ സാധാരണ ഓതുന്നത് പോലെ പരമാവധി എത്ര ഖത്തം തീർക്കാൻ പറ്റുമോ അതിന് ശ്രമിക്കുക. അതാണ് ഹദിർ. മറ്റൊന്ന് തെർത്തീലാണ്. റത്തീൽ ഖുർആന തെർത്തീല എന്ന് പറഞ്ഞാൽ വളരെ മധുരതരമായി സാവധാനത്തിൽ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് ഈണത്തിൽ നീട്ടി ഖുർആൻ പാരായണം ചെയ്യുക. സാധാരണ നിങ്ങൾ അറേബ്യൻ രാജ്യങ്ങളിലൊക്കെ നടക്കുന്ന ഖുർആൻ തജ്വീദ് മത്സരങ്ങൾ കേട്ടിട്ടുണ്ടോ? തജ്വീദ് മത്സരങ്ങൾ, ഹിഫ്ള് മത്സരങ്ങൾ, അവിടെ പാരായണം ചെയ്യുന്ന ആൾക്കാർ ഓതുന്ന ഏതാണ്? തെർത്തീലാണ്. വളരെ സുദീർഘമായി നീട്ടി ഒരായത്തന്നെ ഓതാൻ കുറേ സമയമെടുക്കും. അതാണ് തെർത്തീൽ. തദ്വീർ എന്ന് പറഞ്ഞാൽ ഈ 2 പറഞ്ഞതിന്റെ ഈ നടുക്കാണ്. വളരെ വേഗത്തിലുമല്ല, എന്നാലോ വളരെ സാവധാനത്തിലുമല്ല, അക്ഷരസ്ഫുടതയോട് കൂടെ ആശയങ്ങളൊക്കെ മനസ്സിലാക്കുന്ന രൂപത്തിലുള്ള പാരായണം. അതാണ് സാധാരണ നമസ്കാരങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണത്? പാരായണം ചെയ്യണത്. ഖത്തം തീർക്കുന്നത് പോലെ വേഗത്തിൽ ഓതൂല, എന്നാലോ മത്സരങ്ങളിലൊക്കെ കേൾക്കുന്നത് പോലെ നീട്ടി ഓതുകയുമില്ല. അതിനാണ് തദ്വീർ എന്ന് പറയാം. ഇനി തഹ്കീക്ക് എന്ന് പറഞ്ഞാലോ ഓതുന്ന ഭാഗങ്ങൾ വളരെ കൃത്യമായി അർത്ഥവും ആശയവും ഒക്കെ മനസ്സിൽ തട്ടി ഉൾക്കൊണ്ടുകൊണ്ടുള്ള സാവധാനത്തിലുള്ള ഖുർആന്റെ വായന, അതിനാണ് തഹ്കീക്ക് എന്ന് പറയാം. ആ തഹ്കീക്ക് ലഭിക്കണമെങ്കിൽ ഈ തെർത്തീലും കൂടെ വേണം, ഞാൻ നേരത്തെ പറഞ്ഞ തദബ്ബുറും കൂടെ വേണം. അത് രണ്ടും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ എവിടേക്ക് എത്തുള്ളൂ? തഹ്കീക്കിലേക്ക് എത്തുള്ളൂ. അപ്പൊ നമ്മൾ കുറേ കാലമായി ഈ ഖുർആൻ വെളിച്ചവും പരിപാടികളും അതിന്റെ പ്രോഗ്രാമൊക്കെ നടക്കുന്ന ആൾക്കാരാണ്. പരമാവധി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇനി എന്താണെന്ന് അറിയോ? ഇതൊക്കെ കുറേ വർഷങ്ങളായി ഇതിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പരിചയിച്ച ആളുകൾ ഇനി ഇവർ തരുന്ന 100-50 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുക എന്നതിനപ്പുറമായി കിട്ടുന്ന പാഠഭാഗങ്ങൾ അത് തദബ്ബുർ നടത്താനും അതിലൂടെ തഹ്കീക്ക് എന്ന ഒരു വിധാനത്തിലേക്ക് ഉയരുവാനുമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ശ്രമിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ പാരായണം ചെയ്ത് എങ്ങനെയാണെന്നുള്ള ഹദീസിലൊക്കെ ഉണ്ട്. നമസ്കാരത്തിലെ പാരായണമല്ല, വീട്ടിൽ നിന്ന് പാരായണം ചെയ്യുകയാണെങ്കിൽ പ്രവാചകന്റെ വീടും അതേപോലെ നമസ്കാര സ്ഥലമൊക്കെ തൊട്ടടുത്ത് തന്നെയാണല്ലോ. അപ്പം എന്ത് ചെയ്യും? പ്രവാചകന്റെ വീടിനോട് ചേർന്ന് നിൽക്കുന്ന പള്ളിയിൽ നിൽക്കുന്ന ആളുകൾക്ക് പ്രവാചകന്റെ ഓത്ത് കേൾക്കാൻ സാധിക്കുമായിരുന്നു എന്നാ. വളരെ സാവധാനത്തിലാണ് പ്രവാചകൻ ഓതിയിരുന്നത്. ഞാൻ കൂടുതൽ നീട്ടി പറഞ്ഞില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയോ? ഈ നിലക്ക് ഖുർആന്റെ പാരായണ ഭാഗങ്ങളെക്കുറിച്ച് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഖുർആൻ എന്ന് പറയുന്നത് ഒരു സമുദ്രമാണ്. എന്ന് വെച്ചാൽ സമുദ്രത്തിന്റെ അടിയിൽ ധാരാളം മുത്തുകളുണ്ട്. ആ മുത്തുകൾ ലഭിക്കണമെങ്കിൽ സമുദ്രത്തിന്റെ ഉപരിതലത്തിൽ എന്ത് ചെയ്താൽ പോരാ? നമ്മൾ നീന്തിയാൽ പോരാ. മറിച്ച് എന്ത് ചെയ്യണം? സമുദ്രത്തിന്റെ അടിയിലേക്ക് ആഴ്ന്നിറങ്ങി ഊളിയിട്ടിറങ്ങിയാലേ നമുക്ക് മുത്ത് കിട്ടുള്ളൂ. അപ്പൊ ആ നിലക്ക് ഖുർആനാകുന്ന ഈ ആഴിയിലെ സമുദ്രത്തിലെ മുത്തുകൾ സ്വായത്തമാക്കണമെങ്കിൽ ആ ഖുർആനിലെ അടിത്തട്ടിലേക്ക് ഊളിയിട്ടിറങ്ങാൻ നമുക്ക് സാധിച്ചിരിക്കണം. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഖുർആന്റെ ഇഴ്ജാസ് ഇവിടെ പല ആൾക്കാരും സൂചിപ്പിക്കേണ്ടായി. ഖുർആന്റെ അമാനുഷികത.
പലപ്പോഴും ഈ ഖുർആൻ്റെ അമാനുഷികതയെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് തികട്ടി വരുന്നത് ഖുർആൻ ഉപയോഗിച്ച പദങ്ങൾ, അതിൻ്റെ ശൈലികൾ, അതേപോലെ ഖുർആനിലെ പ്രാസങ്ങൾ, പദവിന്യാസങ്ങൾ, അറബി സാഹിത്യത്തിലെ ഖുർആൻ്റെ വിധാനം, സ്ഥാനം, അങ്ങനെയൊക്കെയാണ്. പക്ഷേ പണ്ഡിതന്മാർ പറയുന്നത് അതിനേക്കാളൊക്കെ, നേരത്തെ പറഞ്ഞല്ലോ ഖുർആൻ്റെ ഇജാസ് എന്ന് പറഞ്ഞാൽ ലോകാവസാനം വരെ നിലനിൽക്കേണ്ടതാണ് അതിൻ്റെ അമാനുഷികത. സാധാരണ മറ്റു പ്രവാചകന്മാരുടെ ഒക്കെ ഇജാസ് എന്ന് പറയുന്നത് ഹിസ്സിയാണെങ്കിൽ ഖുർആൻ്റെ ഇജാസ് മാനവിയാണ്, ആശയപരമാണ്. അപ്പോൾ ഖുർആൻ്റെ ഇജാസ് എന്ന് പറയുന്നത് മുഖ്യമായും രണ്ട് വിഷയങ്ങളാണ്. ഒന്ന് അതിൻ്റെ ഇജാസ് തഫ്സീരി, മറ്റൊന്ന് അതിൻ്റെ ഇജാസ് ഇൽമി. ഇജാസ് തഫ്സീരി എന്ന് പറഞ്ഞാൽ ഖുർആൻ മൂലമുണ്ടാകുന്ന സ്വാധീനവും പരിവർത്തനവും നമ്മുടെ മനസ്സിനെ, ഖുർആൻ ഒരേ സമയത്ത് നമ്മുടെ മനസ്സിനോടും അതേപോലെ നമ്മുടെ ബുദ്ധിയോടും സംവദിക്കുന്ന ഗ്രന്ഥമാണ്. അപ്പം നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന സ്വാധീനമാണ്, നമ്മുടെ മനസ്സിനെ പ്രചോദിപ്പിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. അങ്ങനെ മനസ്സിനെ പ്രചോദിപ്പിച്ചാൽ മനസ്സിലുണ്ടായിത്തീരുന്ന ആത്മീയ ഉത്കർഷം എന്ന് പറയുന്നത് അപാരമാണ്. ലോകത്തുനിന്ന് ലഭ്യമായ ഏതെങ്കിലും അളവുകോല് കൊണ്ട് അളക്കാൻ സാധിക്കാത്ത വലിയ ഫലങ്ങളും റിസൾട്ടുകളുമാണ് ആ ആത്മീയ ഉത്കർഷത്തിനുണ്ടായിത്തീരുക. അങ്ങനെ മനുഷ്യ മനസ്സിനെ ഉത്കർഷിപ്പിക്കുവാനും പ്രചോദിപ്പിക്കുവാനും കഴിവുള്ള അങ്ങേയറ്റത്തെ പരിവർത്തനത്തിന് സാധ്യതയുള്ള ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ലോകത്ത് മറ്റൊരു ഗ്രന്ഥത്തിനും ഈ ഒരു സവിശേഷത അവകാശപ്പെടാനില്ല. അതേപോലെ ഖുർആന്റെ ഇജാസുൽ ഇൽമി എന്ന് പറയുന്ന വൈജ്ഞാനികമായ അമാനുഷികത നേരത്തെ CM സൂചിപ്പിച്ചല്ലോ, ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. ഖുർആൻ ഉൾക്കൊള്ളുന്ന വിജ്ഞാനങ്ങൾ നമുക്ക് എണ്ണിക്കണക്കാക്കാനോ അല്ലെങ്കിൽ വിശദീകരിക്കുവാനോ സാധിക്കാത്ത വിധം ലോകത്ത് നിലവിലുള്ള മുഴുവൻ വിജ്ഞാനങ്ങളെക്കുറിച്ചുമുള്ള പരാമർശങ്ങൾ ഖുർആനിലുണ്ട്. അതേപോലെ തന്നെ മുസ്ലിങ്ങൾ ഖുർആനുമായി രംഗത്ത് വന്നതിന് ശേഷമാണ് ഈ ലോകത്ത് ശാസ്ത്രീയമായ വളർച്ച പോലുണ്ടായത്. ശാസ്ത്ര വളർച്ചയ്ക്ക് അത്യാവശ്യം എന്ന് പറയുന്നത് ജിജ്ഞാസ ഉണ്ടാക്കുക എന്നുള്ളതാണ്, അറിയാനുള്ള താല്പര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഖുർആനാണെങ്കിലോ അറിവിൻ്റെ എല്ലാ വാതായനങ്ങളും തുറന്നിടുകയും അങ്ങനെ കൂടുതൽ കൂടുതൽ അറിയുവാനും പഠിക്കുവാനുമുള്ള ജിജ്ഞാസ വിശ്വാസികളെ ഉണ്ടാക്കി തീർക്കുകയും ചെയ്യുന്നതാണ്. പ്രകൃതിയെക്കുറിച്ചും അതേപോലെ തന്നെ ഈ പ്രതിഭാസങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള ഖുർആനിൻ്റെ പരാമർശങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് സഹാബിമാരുടെ കാലഘട്ടത്തിൽ തന്നെ ആകാശ നിരീക്ഷണം ആരംഭിച്ചിട്ടുണ്ടെന്നാണ്. മഹാനായ ഉമറുൽ ഫാറൂഖിൻ്റെ കാലഘട്ടത്തിൽ തന്നെ കാറ്റാടി യന്ത്രങ്ങളും മറ്റു പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇബ്നുൽ ഹൈത്തമിനെയും അതേപോലെ തന്നെ ഖുവാറസ്മിയെയും അല്ലെങ്കിൽ ഇബ്നുൽ അറബിയെയും ഇബ്നു സീനയെയും ഇബ്നു റുഷ്ദിനെയും അൽബറൂനിയെയും അതേപോലെ തന്നെ ഇബ്നു ഖൽദൂനെയും ഇങ്ങനെയുള്ള മുതലായ ആൾക്കാരൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ. അവർക്കൊക്കെ തന്നെ ഈ വിജ്ഞാനത്തിൻ്റെ ശാസ്ത്രത്തിൻ്റെ വാതായനം അവരുടെ മുമ്പിൽ തുറന്നിട്ട് കൊടുത്ത ഗ്രന്ഥ ഖുർആനാണ്. അബ്ബാസി കാലഘട്ടത്തിലെ ബൈത്തുൽ ഹിക്മ എന്ന് പറയുന്ന അത് വെറും ട്രാൻസ്ലേഷന് വേണ്ടി മാത്രമുള്ളതല്ല, ഓറിയന്റിസ്റ്റുകളാണ് അങ്ങനെ വ്യാഖ്യാനിച്ചത്. ബൈത്തുൽ ഹിക്മ എന്ന് പറയുന്ന വലിയ സ്ഥാപനം അബ്ബാസി ഭരണകാലഘട്ടത്തിൽ ബാഗ്ദാദിൽ സ്ഥാപിക്കപ്പെട്ടത് ശാസ്ത്രീയമായ റിസർച്ച് ഗവേഷണം നടത്താൻ വേണ്ടിയിട്ടായിരുന്നു മുഖ്യമായിട്ടും. അവിടെ പഠിച്ച ആളുകളാണ് പിന്നീട് എന്ത് ചെയ്തത്, ഈജിപ്തിലും അതേപോലെ തന്നെ കൊർഡോവയിലും സ്പെയിനിലും ഈ ബാഗ്ദാദിലും ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് വിജ്ഞാനത്തിൻ്റെ മഹാവിസ്ഫോടനങ്ങൾ സൃഷ്ടിക്കുവാൻ തുടക്കം കുറിച്ചതും അത് കോപ്പി അടിച്ചിട്ടാണ് പിന്നീട് എന്ത് ചെയ്തത് യൂറോപ്യന്മാർ വളർന്നതും. അതുകൊണ്ട് ഖുർആൻ വായിക്കുക, ഖുർആൻ പഠിക്കുക, ധാരാളമായി ആഴത്തിൽ പഠിക്കുക. മനുഷ്യനെ പ്രചോദിപ്പിക്കാൻ പര്യാപ്തമായ ഇതുപോലുള്ള മറ്റൊരു ഗ്രന്ഥമില്ല. ഉമറുൽ ഫാറൂഖിന്റെ കഥ ഒക്കെ നേരത്തെ പറഞ്ഞില്ലേ, സൂറത്ത് തൂറിലെ എന്താണ്, ഇന്ന അദാബ റബ്ബിക്കല്ല വാക്കിൾ ലൈസ ലഹു മിൻ ദൂനി ലൈസ ലഹു മിൻ ദാഫിൾ എന്നുള്ള ആ സൂറത്ത് തൂറിലെ ആദ്യ വാചകങ്ങൾ കേട്ടിട്ട് ഒരിക്കലും ഉമർ ഇങ്ങനെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫും അതേപോലെ ഒരു സഹാബി ഒരു ഭൃത്യനുമായി കൂടി അവർ യാത്ര ചെയ്യാണ്. ആ യാത്ര ചെയ്യുന്ന സമയത്ത് ഈ ഒരു പാരായണം കേട്ട് ഒരു വീട്ടിൽ നിന്ന് ഇന്ന അദാബ റബ്ബിക്ക ല വാക്കിയ ലൈസ ലഹു മിൻ ദാഫിൾ എന്ന വാക്ക് കേട്ടപ്പോൾ അദ്ദേഹം തളർന്നു പോയി, ഒരു മതിലിൽ ചാരി നിന്നു. കുറെ കഴിഞ്ഞപ്പോൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് പറഞ്ഞു, നമ്മുടെ ആവശ്യം, നമ്മൾ വന്നൊരു ആവശ്യം വേറെ അല്ല, അവിടേക്ക് പോയില്ലേ, മാ അനബി ഫായിൽ അല്ലേല, ഇത് സമീഴ്ത്ത് മാ സമീഴ്ത്ത്, ഈ സംഗതി കേട്ടു, എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അത് കഴിഞ്ഞിട്ട് 1 മാസം അദ്ദേഹം എന്ത് ചെയ്യേണ്ടുന്നു, രോഗിയായി നിൽക്കേണ്ടി വന്നു. ഒരു പാത്രിയാർക്കീസ്, ഒരു ബാവ, ക്രിസ്ത്യൻ പുരോഹിതൻ മഹാനായ ഉമറുൽ ഫാറൂഖിന്റെ അടുക്കൽ വന്നിട്ട് പറയുന്നുണ്ട്, അതോടുകൂടി ഞാൻ അവസാനിപ്പിക്കുക, ഒരുപാട് തെളിവുകൾ നമുക്ക് നിരത്താൻ സമയമില്ലല്ലോ. അദ്ദേഹം വന്നിട്ട് പറയുന്നുണ്ട്, വമൻ യുതിഇല്ലാഹ വറസൂലഹു വയഖ്ശല്ലാഹ വയത്തഖി ഫഉലൈക ഹുമുൽ ഫായിസൂൻ എന്ന ആയത്ത് ഓതിയിട്ട് അദ്ദേഹം പറയാണ്, ലഖദ് ജമഅല്ലാഹു ഫീ ഹാദിഹി സൂറ ഫീ ഹാദിഹിൽ ആയ മാ ഔഹല്ലാഹു ഇലാ ഈസാ മിൻ അഹ്വാലി ദുനിയാ വൽ ആഖിറ.
ഈസാ നബിക്ക് അള്ളാഹു വഹിയായി അറിയിച്ചു കൊടുത്ത ഇഞ്ചീലിലെ മുഴുവൻ വിവരങ്ങളും ഈ ഒരു ആയത്തിൽ അള്ളാഹു ഉൾക്കൊള്ളിച്ചിട്ടുണ്ടല്ലോ. ഇഞ്ചീലിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ഒരായത്തിൽ അള്ളാഹു ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. അഖ്റജ മിൻഹാ മാഅഹാ വ മർആഹാ എന്ന ആയത്ത് ഓതിയിട്ടാണ് മുഫസ്സിരീങ്ങൾ പറഞ്ഞത്. ഉപ്പ് മുതൽ വിറക് വരെയുള്ള മുഴുവൻ ലോകത്തുള്ള മനുഷ്യരും ജീവജാലങ്ങളും തിന്നുന്ന മുഴുവൻ കാര്യവും, ലോകത്തുള്ള ജീവനുള്ള ജീവികൾ തിന്നുന്ന മുഴുവൻ ഭക്ഷണ പദാർത്ഥങ്ങളും ഈ ആയത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഏതായത്തിൽ? അഖ്റജ മിൻഹാ മാഅഹാ വ മർആഹാ എല്ലാം പെട്ടു. അലാ ലഹുൽ ഖൽഖു വൽ അംർ, അള്ളാഹുവിനാണ് ഖൽഖും അംറും. എന്നിട്ട് ഒരു താബിഈ പറഞ്ഞത്, ഇനി ഇതിനപ്പുറം വേറെ വല്ലതുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഓഹരിച്ചെടുത്തോളൂ. മനസ്സിലായോ? ഖൽഖും അംറും അള്ളാഹുവിനുള്ളതാണ്. അത് കഴിഞ്ഞ് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഓഹരി വെച്ചെടുത്തോളൂ. എന്ന് വെച്ചാൽ വളരെ അധികം ആശയങ്ങളുള്ള, അർത്ഥതലങ്ങളുള്ള, വ്യാഖ്യാനങ്ങളുള്ള, ആശയ സമ്പുഷ്ടിയുള്ള ഗ്രന്ഥമാണ് നിത്യേന നമ്മൾ കൊണ്ടു നടക്കുന്ന ഈ ഖുർആൻ. ആ ഖുർആൻ വഹിക്കുന്ന ആളുകൾ യുദ്ധക്കളത്തിൽ ഇസ്ലാമിൻ്റെ പതാക വഹിക്കുന്നവനെ പോലെയാണ്. അയാൾ വഴിതെറ്റി കഴിഞ്ഞാൽ പിന്നെ ആൾക്കാരൊക്കെ എന്ത് ചെയ്യും? യുദ്ധം പരാജയപ്പെട്ടു പോകും. അതുകൊണ്ട് ഖുർആൻ ചുമക്കുന്ന ആള് ഒരിക്കലും എന്ത് ചെയ്ത്, ഖുർആൻ വഹിക്കുന്ന ആള് ഒരിക്കലും വഴിതെറ്റിപ്പോകാൻ പാടില്ല എന്ന് പറഞ്ഞത് ഫുളൈൽ ഇബ്നു ഇയാൽ എന്ന താബിഈയാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ പറഞ്ഞ ഖുർആനിൻ്റെ ഇത്തരം വിഷയങ്ങളൊക്കെ അറിയണമെങ്കിൽ, ഉൾക്കൊള്ളണമെങ്കിൽ ഖുർആൻ്റെ ആഴത്തിലുള്ള വായന വേണം. ഇതിൻ്റെ സംഘാടകരായ ISM കാരോട്, വെളിച്ചത്തിൻ്റെ ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഏകദേശം 10-30 വർഷത്തിലേറെ ആയല്ലോ നമ്മൾ ഈ വെളിച്ചവും പരിപാടിയൊക്കെ, ചോദ്യവും ഉത്തരവും ഒക്കെ. ഇനി അത് മാറിയിട്ട് ഒരു പുതിയ സംരംഭത്തിന് നമുക്ക് തുടക്കം കുറിച്ചൂടെ? ഖുർആനെ കുറിച്ച്, ഖുർആൻ കൈകാര്യം ചെയ്ത വിഷയങ്ങളെക്കുറിച്ച്, ശാസ്ത്രീയ വിഷയങ്ങളാകട്ടെ, സാമൂഹ്യ വിഷയങ്ങളാകട്ടെ, അല്ലെങ്കിൽ ചരിത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാകട്ടെ, ഏതെങ്കിലും വിഷയങ്ങളെക്കുറിച്ച് ഗവേഷണം നടത്താൻ തയ്യാറുള്ള ആളുകൾക്ക് എന്തെങ്കിലും ഒരു പദ്ധതി, ഖുർആനെക്കുറിച്ച് ആഴത്തിൽ ഗവേഷണം നടത്തുന്ന ഒരു സംരംഭത്തിന് തുടക്കം കുറിച്ചുകൂടെ? 3-3.5 പതിറ്റാണ്ട് കാലം വെളിച്ചത്തിൻ്റെ ഈ നിലക്കുള്ള ഒരു റുട്ടീൻ കാര്യങ്ങൾ നേരത്തെ ഇവിടെ അധ്യക്ഷനും മറ്റു ആളുകളൊക്കെ വിശദീകരിച്ചു പോലുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നതോടൊപ്പം തന്നെ ഒരു പുതിയ മാറ്റം, ആ വിഷയത്തിലും ഒരു പരിവർത്തനം, ഒരു ചേഞ്ച്, കുറച്ചുകൂടെ യുവാക്കളെയും പഠിക്കാൻ താല്പര്യമുള്ള ആളുകളെയും വലിയ സമ്മാനങ്ങളും മറ്റൊക്കെ കൊടുത്ത് അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഖുർആൻ ഗവേഷണത്തിനും അതേപോലെ തന്നെ ശാസ്ത്രീയ പര്യവേഷണത്തിനും അതേപോലെ റിസർച്ചിനുമൊക്കെയുള്ള ഒരു പുതിയ മാർഗം, ഒരു വെളിച്ചത്തിൻ്റെ ഒരു പുതിയ മോഡൽ പതിപ്പ്, ഒരു വേർഷൻ നമുക്ക് തുടങ്ങാൻ പറ്റോ ഇല്ലേ എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ആലോചിക്കാവുന്നതാണ്. ഏതായാലും അവസരം തന്നതിന് നന്ദി. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ്റെ യഥാർത്ഥ അനുയായികളും ആ ഖുർആൻ ആഴത്തിൽ പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.